ദേശീയ തലത്തിലുള്ള അപ്ഡേറ്റ് കൃത്യമായിട്ടുള്ളത് ന്യൂസ് 18-ലാണ്. 291 എന്നുള്ളതാണ് NDAയുടെ കണക്ക്. മറ്റു പലരും മറ്റ് കണക്കുകൾ കൊടുക്കുന്നുണ്ട്. പക്ഷേ 291 എന്ന അതേ പട്ടിക തന്നെയാണ് ഇപ്പോഴും ഇന്ത്യ സഖ്യത്തിന്. നമ്മുടെ കണക്കിലേക്ക് മറ്റു എത്തുകയാണ്. 246 വരെ NDA ഇടയ്ക്ക് താഴ്ത്തിയ ചാനലുകളുണ്ട്. പക്ഷെ നമ്മുടെ കണക്ക് വളരെ അക്യുറേറ്റ് ആണ്. 290 നിലയിൽ തന്നെ NDA നിൽക്കുന്നു. അതുപോലെ എന്നുള്ള അപ്ഡേറ്റ് 291 216 ഇതിൽ പിടിക്കാനോ ഇല്ല. രഞ്ജിത്ത് 290 നമ്മുടെ കണക്കാണ് ആക്യുറേറ്റ്. കാരണം ദേശീയ തലത്തിൽ ഏറ്റവും കൃത്യമായ വിവരശേഖരണമുള്ള ചാനൽ ന്യൂസ് 18 ആണ്. അതിൽ യാതൊരു സംശയവും പ്രേക്ഷകർക്ക് വേണ്ട. 290 നിലയിൽ ഇപ്പോൾ NDA സഖ്യമുണ്ട്. മറ്റ് ചാനലുകൾ ഇന്ത്യ സഖ്യത്തിന് 250 താഴെ എത്തിച്ചിരുന്നു. പക്ഷെ അങ്ങനെയല്ല കണക്ക്. വളരെ കൃത്യമായ കണക്ക് ഓരോ മണ്ഡലങ്ങളിലും എത്തി ഞങ്ങൾ കണക്കാക്കുന്നതാണ്. ഓരോ സംസ്ഥാനങ്ങളിലും വിപുലമായ സംവിധാനമുണ്ട്. 290 നിലയിൽ ഇപ്പോൾ NDA സഖ്യം ആദ്യ ഘട്ടം മുതൽ നിൽക്കുന്നു. അത് അങ്ങനെ തന്നെയാണ്. ഇപ്പോൾ 6-1 എന്നുള്ളതാണ്. നേരത്തെ 4-3 ആയിരുന്നു. ഒരു ഉദാഹരണം പറയുകയാണ്. 6-1 6 സീറ്റിൽ BJP, 1 സീറ്റിൽ ഇന്ത്യ സഖ്യം. അല്ലെ, അത് ശരിയാണല്ലോ അല്ലെ? 6-1 ഡൽഹിയിൽ BJPയുടെ മുന്നേറ്റമുണ്ട്. അത് 6-1 നിലയിലാണ്. UP-യിലാണ് വലിയ തിരിച്ചടി BJP സഖ്യത്തിന് NDA സഖ്യത്തിന് ഉണ്ടായിരിക്കുന്നത്. കേരളത്തിൽ ടൈറ്റ് ഫൈറ്റ് നടക്കുന്ന മാവേലിക്കര ശ്രദ്ധാകേന്ദ്രമായിരിക്കുകയാണ്. ഏതാനും വോട്ടുകളുടെ മാത്രം ലീഡിൽ, ഏതാനും വോട്ടുകൾക്ക് മാത്രമാണ് ഇപ്പോൾ UDF-ന് ലീഡല്ലേ അവിടെ. UDF-ന് 191 വോട്ടുകളുടെ മാത്രം ലീഡാണ് മാവേലിക്കരയിൽ. 191 വോട്ടുകളുടെ മാത്രം ലീഡാണ്. 2024 സുരേഷ് ഗോപി തൃശ്ശൂരിങ് എടുക്കുകയാണ്. പാലക്കാട് 12,000 വോട്ടായിട്ട് VK ശ്രീകണ്ഠൻ ലീഡും ഉയർന്നു. അങ്ങനെ പാലക്കാട് UDF മുന്നേറുകയാണ്. തിരുവനന്തപുരത്ത് ടൈറ്റ് ഫൈറ്റ്. തരൂരിന് 1066 വോട്ടുകൾക്ക് മാത്രമാണ് തരൂർ മുന്നിട്ട് നിൽക്കുന്നത്. തിരുവനന്തപുരം ശ്രദ്ധാകേന്ദ്രമാവുകയാണ്. വെറും 1066 വോട്ടിന് രാജീവ് ചന്ദ്രശേഖരേക്കാൾ മുന്നിട്ട് നിൽക്കുകയാണ് ശശി തരൂർ. ആലത്തൂർ പോലെ, കാസർഗോഡ് പോലെ തിരുവനന്തപുരത്തും ടൈറ്റ് ഫൈറ്റിലേക്ക് കാര്യങ്ങൾ എത്തുന്നു. 1020 വോട്ടുകൾ മാത്രം ഭൂരിപക്ഷത്തിൽ ഇപ്പോൾ തരൂർ ലീഡ് ചെയ്യുന്നു. പന്നിൻ രവീന്ദ്രനാണ് 3-ാം സ്ഥാനത്ത്. മാവേലിക്കരയിൽ ലീഡ് കൂടുന്നു. മാവേലിക്കരയിൽ പിന്നെ ലീഡ് കൂടി 1189 മാവേലിക്കരയിൽ അരുൺകുമാറിന്റെ ലീഡ്. മാവേലിക്കര ടൈറ്റ് ഫൈറ്റ് ആണ്. മാവേലിക്കരയും ആലത്തൂരും തിരുവനന്തപുരവും കേരളത്തിന്റെ ശ്രദ്ധയെ ആകർഷിക്കുകയാണ്. സംശയമില്ലാത്ത കാര്യമാണല്ലോ. കണ്ണൂർ പ്രശ്നമുണ്ടോ? കണ്ണൂർ UDF കംഫർട്ടബിൾ പൊസിഷനിലല്ലേ? K സുധാകരൻ വ്യത്യാസമില്ല. വടകരയിൽ UDF ആണ്. കാസർഗോഡ് UDF ആണ്. അതെ, കാസർഗോഡ് അതെ. ഒപ്പം എറണാകുളത്തെ ചിത്രം മാറുന്നു. എറണാകുളത്ത് 32,000 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലേക്ക് ഹൈബിയുടൻ മാറുന്നു എന്ന ചിത്രം. 1 ലക്ഷത്തിലേക്ക് തിരിക്കുവാനാണ് സാധ്യത. 1 ലക്ഷത്തിലേക്ക് കടന്നു. വ്യത്യാസം. തരൂർ 1910 വോട്ടുകൾക്ക് മുന്നിൽ. 1910. ശ്രദ്ധിക്കണം, തരൂരിന്റെ ലീഡ് 1910 വോട്ടുകൾ. രണ്ടാമത് BJP ആണ്. തരൂർ 1910 വോട്ടുകൾക്ക് മുന്നിൽ. അതേസമയം ET മുഹമ്മദ് ബഷീർ 37,000 വോട്ടുകൾക്ക് മലപ്പുറത്ത് മുന്നിൽ UDF ഉറപ്പിച്ചു. പൊന്നാനിയും UDF ഉറപ്പിച്ചു 22,000 വോട്ടുകൾക്ക്. സംസ്ഥാനത്ത് ഏതാണ്ട് 8ഓളം മണ്ഡലങ്ങൾ UDF ഉറപ്പിച്ചു കഴിഞ്ഞു ഇതിനകം. കാരണം 25,000-ന് മുകളിൽ 20,000 വോട്ടുകളിൽ ഭൂരിപക്ഷമുള്ള 8ഓളം മണ്ഡലങ്ങളിലേക്ക് കാര്യങ്ങൾ എത്തുന്നു എന്നുള്ളതാണ്. 8ഓളം മണ്ഡലങ്ങൾ UDF ഉറപ്പിച്ചു. അതേസമയം LDF ലീഡ് ചെയ്യുന്ന സ്ഥലങ്ങളിൽ ടൈറ്റ് ഫൈറ്റ് കോൺഗ്രസ് ക്യാമ്പുകൾ ആഘോഷം തുടങ്ങി. അതാണ് കേരളത്തിൽ മിക്കവാറും 1-2 സീറ്റുകളെ LDF-ന് കിട്ടുകയുള്ളൂ. ആലത്തൂർ സഹായിച്ചാൽ LDF-ന് 1 സീറ്റ് കിട്ടാം. അതല്ലെങ്കിൽ മാത്രമാണ്. 767 ഇപ്പോൾ UDF 160 സീറ്റുകൾക്ക് മുന്നിലാണ്. ആലത്തൂർ
മാവേലിക്കര ഈ മൂന്നൊഴികെ ബാക്കി സീറ്റുകൾ UDF പക്ഷത്തേക്കാണ്. തൃശൂർ BJP 16-3-1 ഓർപ്പിക്കോ 16-3-1. ഇപ്പോൾ ഈ 3 സീറ്റുകളിൽ ടൈറ്റ് ഫൈറ്റ് ആണ് മഞ്ജുഷ്. 3 സീറ്റുകളിൽ ടൈറ്റ് ഫൈറ്റ് ആണ്. തിരുവനന്തപുരത്ത് 1910 തൊട്ടാണ് തരൂരിന് ഇപ്പോൾ ഉള്ള ലീഡ്. BJPക്ക് പ്രതീക്ഷിക്കാവുന്ന ഏതെങ്കിലും ഇടങ്ങളിൽ ഞാനിതിൽ പ്രതീക്ഷ പുലർത്താത്ത എന്താണെന്ന് വെച്ചാൽ BJPക്ക് തിരുവനന്തപുരം ജയിക്കണമെങ്കിൽ തുടക്ക സമയത്ത് ലീഡ് നേടണം. കാരണം അവസാനം 3 റൗണ്ടുകളിൽ BJPയുടെ സ്ട്രോങ് ഹോൾഡിൽ വോട്ടെണ്ണൽ ഇല്ല. അത് 13ാമത്തെ റൗണ്ട് ആകുമ്പോഴേക്കും തീരും. അവസാനത്തെ 3 മണിക്കൂറിൽ നെയ്യാറ്റിൻകരയും പാറശാലയും കോവളവും ഉള്ളൂ. അത് UDFന്റെ സ്ട്രോങ് ഹോൾഡാണ്, LDFന്റെ സ്ട്രോങ് ഹോൾഡാണ്. അവിടെ 3ാം സ്ഥാനത്തായിരുന്നു കഴിഞ്ഞ 2 ഓടിയെത്താൻ പറ്റുക. ഇപ്പോഴും ഓടി തുടങ്ങണം. 2014 തുടക്കത്തിൽ രാജഗോപാലിന് ലീഡ് കിട്ടിയിരുന്നു. ഇപ്പോൾ രാജീവിന് ലീഡ് കിട്ടുന്നില്ല. നമുക്ക് ദേശീയ തലത്തിൽ NDAയുടെ സീറ്റ് എണ്ണം വർദ്ധിക്കുന്നു. 297ലേക്ക് NDA എത്തുന്നു. NDA സഖ്യം 297ലേക്ക് എത്തുന്നു. ഒരു പക്ഷേ 300-ന് മുകളിൽ ഒരു സീറ്റ് എണ്ണം വാങ്ങി NDA അധികാരം നിലനിർത്തിയേക്കാം. LDFന്റെ പിടിവള്ളിയായി മാറുകയാണ്. രാധാകൃഷ്ണന്റെ ലീഡ് ഉയർന്നു, 4000-ന് മുകളിലേക്ക് വന്നു കഴിഞ്ഞു അല്ലേ. രമ്യ ഹരിദാസിന് ഇത്തവണ പാട്ടും പാടി ജയിക്കാൻ കഴിയുന്നില്ല. 4194 ആലത്തൂരിൽ LDFന്റെ ലീഡ്. ആലത്തൂരും ആറ്റിങ്ങലും മാവേലിക്കരയും മാത്രം LDFന് പ്രതീക്ഷിക്കാം. അതിൽ തന്നെ ആറ്റിങ്ങൽ ടൈറ്റാണ്. പക്ഷെ മാവേലിക്കരയിൽ ചിലപ്പോൾ കൊടിക്കുന്നിലിന് കാലിടകാൻ സാധ്യതയുണ്ട്. അങ്ങനെ LDFന് വേണമെങ്കിൽ പിടിക്കാവുന്ന മണ്ഡലമായി മാറുന്നു. കാസർഗോഡ് ഉണ്ണിത്താൻ പിന്നോട്ട് പോയി. ഉണ്ണിത്താൻ 917 വോട്ടുകൾക്ക് വൻ ലീഡിലേക്ക് പോവുകയാണ്. 4602 അല്ലേ, 4619 വോട്ടുകളാണ് രാജ്മോഹൻ ഉണ്ണിത്താൻ. 4602 വോട്ടുകൾക്ക് ഉണ്ണിത്താനാണ് ലീഡ്. ഉണ്ണിത്താൻ മാവേലിക്കരയും ആലത്തൂരും മാത്രം LDFന് പ്രതീക്ഷിക്കാം. ആറ്റിങ്ങലിൽ ടൈറ്റ് ഫൈറ്റ് ആണ്. അവിടെ ചെറിയ ലീഡ് മാത്രമാണ്. മാവേലിക്കരയും ആലത്തൂരും മാത്രം LDFന് പ്രതീക്ഷിക്കാവുന്ന തലത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നു. കാസർഗോഡും മത്സരമുണ്ട്, ഒപ്പം 17 സീറ്റുകളിൽ UDF മുന്നിൽ നിൽക്കുന്ന കാഴ്ച. 17 വലിയ രീതിയിലുള്ള ആഘോഷം UDF ക്യാമ്പുകളിൽ, കോൺഗ്രസ് ക്യാമ്പുകളിൽ ആഘോഷം തുടങ്ങിയ കാഴ്ച എനിക്ക് തോന്നുന്നു 18-1 ആയിട്ടുണ്ടോ സംശയമുണ്ട്. ആലത്തൂര് മാത്രമാണെന്ന് തോന്നുന്നു. NDA വീണ്ടും 300 കടന്നു. സുരേഷ് ഗോപിയുടെ ലീഡ് 16,018 ഉയർന്നിരിക്കുകയാണ്. ആലത്തൂർ ഏറ്റവും ഒടുവിൽ രാധാകൃഷ്ണനാണ് ലീഡ് ചെയ്യുന്നത്. അങ്ങനെ LDFന് ആലത്തൂർ മാത്രമേ ഇപ്പോൾ ഉള്ളൂ. ശരിക്കും 18-1 രഞ്ജിത്ത്. അതെ, LDFന് മാവേലിക്കരയിൽ കൊടിക്കുന്നിൽ സുരേഷ് ലീഡ് തിരിച്ചു. ആറ്റിങ്ങലിൽ മുന്നിൽ